ട്രംപ് വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. കാരണം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നപ്പോൾ, ആ സംഘർഷം നടന്നപ്പോൾ അത് തടഞ്ഞത് ഞാനാണ്. അതുപോലെ തന്നെ എട്ടുകാലി മമ്മൂഞ്ഞ് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവായ ഖമേനിയെ തീർക്കാൻ ഇസ്രയേൽ പദ്ധതിയിട്ടതായും ഞാനത് തടഞ്ഞു എന്നതാണ് ട്രംപിന്റെ പുതിയ പരാമർശം. എനിക്ക് തോന്നുന്നത് ട്രംപ് ഈ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം വാങ്ങിക്കാൻ ഉദ്ദേശിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊന്നും ട്രംപ് സംസാരിക്കേണ്ട ആളല്ല. അല്ല, അദ്ദേഹം മറ്റൊരു കാര്യം ഇടക്കാലത്ത് പറയുന്നുണ്ട്. 2 ദിവസം മുൻപ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം നടന്നപ്പോൾ ഞാൻ ഇടപെട്ടു. പിന്നീട് പല രാജ്യങ്ങളെ സംഘർഷം നടക്കുമ്പോൾ ഞാൻ ഇടപെടുകയും അതിന് സമാധാന കരാറിൽ എത്തിക്കുകയും ചെയ്തു. പക്ഷെ അതിന്റെ ക്രെഡിറ്റ് എനിക്ക് ലഭിക്കുന്നു. അതെ, ഞാനും അതാണ് പറയാൻ വന്നത്. 13 തവണയാണ് ഞാൻ ഇടപെട്ടത്. ട്രംപ് പറയുകയാണ് ഈ ഇന്ത്യ പാക് സംഘർഷം തീർക്കാൻ ഞാൻ 13 തവണ ഇടപെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ ഈ വ്യാപാര കരാർ മുൻനിർത്തിയാണ് ഞാൻ അവരോട് വിലപേശി രണ്ടുപേരെയും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒട്ടനവധി ലോക സമാധാനം നിലനിർത്താനായിട്ട് ഞാൻ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നെ ആരും അംഗീകരിക്കുന്നില്ല എന്നാണ് ട്രംപ് പറയുന്നത്. ഈ ട്രംപ്, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, എന്തായാലും അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു പ്രസിഡന്റ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. നൊബേൽ സമ്മാനം, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം, അത് ആഗ്രഹിച്ചുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഈ എന്താ പറയുക, ഗ്രൗണ്ട് വർക്കുകളാണ് ട്രംപ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത്തരത്തിൽ ഞാൻ സമാധാനത്തിൻ്റെ അപ്പോസ്തലനാണ്. പണ്ട് വത്തിക്കാനിൽ നിന്ന് മാർപ്പാപ്പ, കാലം ചെയ്ത മാർപ്പാപ്പ, ഈ യുദ്ധം ഇസ്രയേൽ ഇറാൻ അല്ലെങ്കിൽ ഇസ്രയേൽ പാലസ്തീൻ തുടങ്ങിയ സംഘർഷങ്ങൾ ഇടപെട്ട് അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അന്ന് അമേരിക്കയെ അദ്ദേഹം ഒരർത്ഥത്തിൽ ശാസിക്കുക പോലും ചെയ്തു. അന്ന് ട്രംപ് മാർപ്പാപ്പയെ ചില മോശം പരാമർശങ്ങളൊക്കെ നടത്തി, അങ്ങ് വത്തിക്കാൻ ഭരിച്ചാൽ മതി, സഭ ഭരിച്ചാൽ മതി, അമേരിക്ക ഞാൻ ഭരിച്ചുകൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ട്രംപ് രംഗത്ത് വന്ന ട്രംപാണ് ഇപ്പോൾ വലിയ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവായി, സമാധാനത്തിൻ്റെ അപ്പോസ്തലനായി മാറിയിരിക്കുന്നത്. എന്തായാലും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, ഇതൊക്കെ ട്രംപ് പറയുമ്പോഴും ഒരു കാര്യം സത്യമാണ്. ഇറാൻ്റെ പരമോന്നത നേതാവ്, ആത്മീയ നേതാവ്, അവിടെ ഒരു മതഭരണകൂടമാണ് ഇറാൻ ഭരിക്കുന്നത്. അതിൻ്റെ അവസാന വാക്കാണ് ഈ അയത്തുള്ള ഖമനേയി അല്ലെങ്കിൽ ഖമൈനി എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ. അത് ഈ ഉച്ചാരണത്തിൽ ചില വ്യത്യാസങ്ങളൊക്കെ പലരും പല രീതിയിലാണ് ഉച്ചരിക്കുന്നത്. അങ്ങനെയുള്ള ഈ അയത്തുള്ള അലി ഖമൈനി, ഈ ഖമൈനിയെ ഇസ്രയേൽ കൃത്യമായിട്ട് ലക്ഷ്യമിട്ടിട്ടുണ്ട്, നോട്ടമിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അത് ഇറാനും അറിയാം. അത് ഈ ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് ഇത്തരത്തിൽ നോട്ടമിട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ചില ആൾക്കാരിൽ ഒരാളാണ് ഈ പറയുന്ന അയത്തുള്ള അലി ഖമൈനി. അതുകൊണ്ട് തന്നെ ഖമൈനിക്ക് വലിയ സുരക്ഷയാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. ഈ ഖമൈനി ഇറാനിൽ എവിടെയാണ്, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടും, തനിക്ക് പറയാനുള്ളത് പറയും, എന്നിട്ട് പെട്ടെന്ന് തന്നെ അന്തർധാനം ചെയ്യും. ഇദ്ദേഹം എവിടെയാണ് ഒളിക്കുന്നത് എന്ന് പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് സമാനമായ ഒട്ടനവധി നേതാക്കൾ കൊല്ലപ്പെട്ട ചരിത്രം നമുക്കറിയാം. ബങ്കറിൽ ഒളിച്ചിരുന്ന ഹനിയയെ അവിടെ ചെന്ന് വധിക്കുന്ന കാഴ്ച ലോകം കണ്ട് ഞെട്ടി. അതാണ് ഇസ്രയേലിൻ്റെ കരുത്ത്. ഇസ്രയേലിൻ്റെ കൈവശമുള്ള ആയുധങ്ങൾ, ഇസ്രയേലിൻ്റെ കൈവശമുള്ള സാങ്കേതിക വിദ്യ, അതുപോലെ ഇസ്രയേലിന് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ചാരസംഘടന മൊസാദ് എന്ന് പറയുന്ന, ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു ചാരസംഘടന. നമുക്കൊരു പഴയ ചാരൻ്റെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. സിറിയയിൽ പോയിട്ട് അവിടെ കച്ചവടം ചെയ്ത് ജീവിച്ച ഒരു ഇസ്രയേലി ചാരൻ. അവസാനം അയാളെ തിരിച്ചറിയുകയും പിടികൂടുകയും വധിക്കുകയും ചെയ്തു, തൂക്കിക്കൊന്നു സിറിയ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ തന്ത്രപ്രധാന സ്ഥാനങ്ങളിൽ നുഴഞ്ഞു കയറി അവിടെ ഇരുന്നു കൊണ്ട് അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടുകയും അതിനെ തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ, അതായത് ഇസ്രയേൽ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുകയും ചെയ്യുക, അവരെ കൊണ്ട് ആ രീതിയിൽ പ്രവർത്തിപ്പിക്കുക. ഈ പറയുന്നത് പോലെ ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം കണ്ണു വെട്ടിച്ച്, അല്ലെങ്കിൽ ഈ പറയുന്ന ലോക പോലീസായ അമേരിക്കയുടെ പോലും കണ്ണു വെട്ടിച്ച് ഇസ്രയേലിന് ഇത് ചെയ്യാൻ സാധിക്കുന്നു, മൊസാദിന് അത് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം. ഇവിടെ
പറയുന്നത് പോലെ ട്രംപ് ഇങ്ങനെ വിടുവായത്തനമൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ ടാർഗറ്റ് ഒരു പക്ഷേ ഹമാസ്, ഹൂതികൾ, ഹിസ്ബുള്ള ഈ ഭീകര സംഘടനകൾക്ക് അപ്പുറത്തേക്ക് അവരാരെങ്കിലും ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇറാനിലെ മത നേതൃത്വത്തെയാണ്, അയത്തുള്ള അലി ഖമൈനിയെ ആണ് എന്നുള്ള കാര്യം സത്യമാണ്. അതിനകത്ത് തെറ്റൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇസ്രയേലിന് എല്ലാ കാലത്തും തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ന് ഇറാൻ. അവിടെ ഈ 1970കളുടെ അവസാനത്തിലുണ്ടായ ആ ഭരണം മാറ്റം, അതോടൊപ്പം തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ ആഘോഷത്തിലാണ്. ഇസ്രായേൽ തകരുന്നു, ഇസ്രായേലിലേക്ക് മിസൈലുകൾ പതിക്കുന്നു, തലസ്ഥാനത്ത് വലിയ രീതിയിൽ മരണങ്ങൾ സംഭവിക്കുന്നു. അങ്ങനെ ഒരു ഇസ്രായേലിനെ പ്രതിസന്ധിയിലാക്കാൻ ഇറാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഈ പറയുന്ന വാർത്തകളെല്ലാം തെറ്റാണ്. കാരണം ഈ പറയുന്നത് പോലെ ഇറാൻ തിരിച്ചടിക്കുന്നുണ്ട്, മിസൈലുകൾ അയക്കുന്നുണ്ട്, ഒക്കെ സത്യമാണ്. ഇറാൻ ഒരു വലിയ ശക്തി തന്നെയാണ്, ഒരു സൈനിക ശക്തി തന്നെയാണ്, അതാരും കുറച്ച് കാണുന്നില്ല. പക്ഷേ ഇസ്രയേലിൻ്റെ ആ പ്രതിരോധത്തെ ഭേദിക്കാൻ, അതിനെ മറികടക്കാൻ ഇറാന് കഴിയുന്നില്ല എന്നുള്ളതും നമ്മൾ തിരിച്ചറിയണം. ഇവിടെ ഈ 100 മിസൈലുകൾ അയക്കുമ്പോൾ ഒരെണ്ണമാണ് ഇസ്രയേലിൽ പതിക്കുന്നത്. ടെല്ലവീവിന് സമീപത്ത് എവിടെയെങ്കിലും പതിക്കുന്നത് ഒരെണ്ണമാണ്. അപ്പോൾ 100:1 അവരുടെ എന്താ പറയുക വിജയം. ബാക്കി 99 പരാജയപ്പെടുകയാണ്. ഇത് മനസ്സിലാക്കാതെയാണ് നമ്മൾ ഇതിൻ്റെ തന്നെ പല വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. ശരിയാണ്, ഇസ്രയേലിൽ തീമഴ പെയ്യുന്നുണ്ട്. ഈ തീമഴ മുഴുവനും ആകാശത്ത് വെച്ച് തന്നെ ആവിയായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വളരെ കൃത്യമായിട്ട് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം അതിനെല്ലാം നിഷ്ഫലമാക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പിന്നെ എങ്ങനെയാണ് ഇസ്രയേലിന് ഇത്ര ആൾനാശം ഉണ്ടാകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇസ്രയേലിൽ ആൾക്കാർ മരിക്കുന്നുണ്ട്. ഈ ഇറാനിൽ 400 പേർ മരിക്കുമ്പോൾ ഇസ്രയേലിൽ 10 പേരാണ് മരിക്കുന്നത്. ഈ ഒരു വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളും അതുപോലെ മിസൈൽ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും തന്ത്രപ്രധാന കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കപ്പെടുന്നു. അവരുടെ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കപ്പെടുന്നു, പ്രകൃതിവാതക പാടം ആക്രമിക്കപ്പെടുന്നു. അവിടെയൊക്കെ ഇപ്പോഴും ഈ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ പോലും ഇറാന് സാധിച്ചിട്ടില്ല. വലിയ രീതിയിൽ അതിൻ്റെയൊക്കെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ്. നേരെ മറിച്ച് ഇസ്രയേലിൻ്റെ എത്ര കേന്ദ്രങ്ങൾ ഇവർ ആക്രമിച്ചു? ഇസ്രയേലിൻ്റെ തന്ത്രപ്രധാനമായ ഏത് കേന്ദ്രത്തിലാണ് ഇറാൻ്റെ മിസൈൽ പതിച്ചത്? ഇതൊക്കെ നമുക്കിവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വെറുതെ പറയാം. ചില വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളും ചില നരേറ്റീവുകൾ സോഷ്യൽ മീഡിയക്കകത്ത് ഉണ്ടാക്കി വിടുന്ന ചില ആഖ്യാനങ്ങളുണ്ട് ഇവിടെ ചിലരുടെ. അത് അവർക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ആ ഉദ്ദേശങ്ങൾ ഇന്നിപ്പോൾ പിന്നെ ദേശാഭിമാനി പോലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രയേൽ വിറച്ചു എന്നാണ്. അല്ലാതെ ഇസ്രയേലിന് വലിയ നാശമുണ്ടായി എന്നൊന്നും അവരാരും പറയുന്നില്ല. നമുക്കും ഈ ചാനലുകളിലൊക്കെ വാർത്തയുടെ തുടക്കത്തിൽ തീമഴ പെയ്യുന്നു ഇസ്രയേലിൽ എന്നൊക്കെ പറഞ്ഞ് അവർ പറയും. പക്ഷെ പിന്നീട് സ്റ്റോറിയിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സിലാകുന്നത് അടി മുഴുവനും കിട്ടുന്നത് ഇറാനാണ്. ഇസ്രയേൽ അവിടെ കയ്യും കെട്ടി പൊട്ടിച്ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്, ഉണ്ടുറങ്ങി അവർ സുഖമായിട്ട് കഴിയുന്നു. അവിടെ ജോലി ചെയ്യുന്നവർ, ഇസ്രയേലിൽ ഇപ്പോൾ ധാരാളം മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അവരെല്ലാം ഈ പറയുന്നത് പോലെ അവർക്കെല്ലാം നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. സൈറൺ കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ പിന്നെ ജോലിക്ക് പോകേണ്ടത് എങ്ങനെയാണ്, തിരിച്ചു വരേണ്ടത് എങ്ങനെയാണ്, പിന്നെ ഷോപ്പിംഗ് നടത്തേണ്ടത് എങ്ങനെയാണ് തുടങ്ങിയ വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പുറത്തിറങ്ങാവൂ. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇസ്രായേൽ സർക്കാർ നൽകിയിട്ടുണ്ട്. അതവർ പാലിക്കുകയും ചെയ്യുന്നുണ്ട്. അതവിടെ പാലിക്കാതിരുന്ന വിവരം അറിയും, അത് മറ്റൊരു കാര്യം. കാരണം ഇസ്രായേൽ ഡിഫൻസ് അത്ര ശക്തമാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് അവർ ഒന്നുകിൽ തട്ടും അല്ലെങ്കിൽ അവിടുന്ന് കയറ്റി വിടും. രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കും. അതുകൊണ്ട് അവർ പറയുന്നത് അവിടെ കൃത്യമായിട്ട് അനുസരിക്കും. അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ, പൗരന്മാരുടെ ജീവനും സ്വത്തിനും അങ്ങനെ വലിയ നാശമുണ്ടാകുന്നില്ല. പിന്നെ ഇതിനെല്ലാം ഉപരി അയൺ ഡോം ആണ് ഇസ്രയേലിൻ്റെ കൈവശം ഇരിക്കുന്നത്. ഇറാൻ്റെ ഏത് ആക്രമണത്തെയും അവർക്ക് തടയാൻ കഴിയും. ഇതിനെല്ലാം അപ്പുറത്ത് അമേരിക്കയുടെ അത്യന്താധുനികമായ ആയുധങ്ങളും ടെക്നോളജിയും സാങ്കേതിക വിദ്യയും ഇസ്രയേലിൻ്റെ കൈവശമുണ്ട്. പിന്നെ എങ്ങനെ ഇസ്രയേലിനെ ഇവർക്ക് നശിപ്പിക്കാൻ സാധിക്കും എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും അയത്തുള്ള ഖമൈനിയുടെ എന്താ പറയണ്ടേ, അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാണ് എന്നുള്ള കാര്യത്തിന് തർക്കമില്ല. ഇസ്രയേൽ ഏറ്റവും പ്രധാനമായിട്ട് ലക്ഷ്യമിട്ടിരിക്കുന്നത് അവരുടെ മത നേതൃത്വത്തെയാണ്. അത് നെതന്യാഹു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ തന്നെ വെളിപ്പെടുത്തിയതാണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അദ്ദേഹം നേരിട്ട് വന്ന് വീഡിയോയിലൂടെ ലോകത്തിൻ്റെ മുന്നിൽ പറഞ്ഞതാണ്, ഇറാൻ്റെ മതഭരണകൂടത്തെ ഞങ്ങൾ അവസാനിപ്പിക്കും, അവരെ ഞങ്ങൾ ഇല്ലായ്മ ചെയ്യും, ഇറാനെ ഒരു സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രമാക്കി മാറ്റും,
അവിടുത്തെ ജനങ്ങളെ ഈ മതഭരണകൂടത്തിൻ്റെ ഭീകരമായ അടിച്ചമർത്തലിൽ നിന്ന് ഞങ്ങൾ മോചിപ്പിക്കും എന്ന് നെതന്യാഹു പരസ്യമായിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഖമേനിയുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്.